അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഓലൻ്റെയാണ്. നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഓലൻ. അപ്പോൾ കുമ്പളങ്ങയും മമ്പയറും വെച്ചിട്ട് ആണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് വേണ്ടത് മമ്പയർ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ മമ്പയർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് രാവിലെ അത് എടുത്തിട്ട് വേവിക്കുമ്പോൾ വേഗം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മമ്പയർ എടുത്തിട്ട് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊന്ന് കഴുകിയെടുത്താണ്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ കുക്കറിലേക്ക് മമ്പയർ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുതിർന്നതുകൊണ്ട് ഒരു വിസിലടിച്ചാൽ തന്നെ ഇത് വേവും. ഇനി മൺചട്ടിയിലിട്ടിട്ട് ആക്കിയിട്ട് അങ്ങനെ വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും വേവിക്കാം. ഞാൻ അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വെള്ളം വെച്ചാൽ മതി, അധികം വെള്ളമൊന്നും വെക്കണ്ട. ഞാനത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞ് എടുക്കട്ടെ. ഞാൻ കുമ്പളങ്ങയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ മമ്പയർ ഒന്ന് തുറന്ന് നോക്കാം. മമ്പയർ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുമ്പളങ്ങി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിക്കും. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നുമില്ല. ഇനി കുമ്പളങ്ങ ഇടുമ്പോൾ വെള്ളം ഒഴിക്കണ്ട, കുമ്പളങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. കുക്കറിലാകുമ്പോൾ വെള്ളം ഒഴിക്കണ്ട കുമ്പളങ്ങയിൽ. ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് 2-3 പച്ചമുളകും കൂടെ ഇതിലേക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ തന്നെ മതിയാവും. 1-2 വിസിൽ വന്നാൽ അതിപ്പോൾ തന്നെ ഓഫാക്കിയിടാം. അപ്പോൾ ഞാൻ കുമ്പളങ്ങ വിസിലടിച്ച് ഞാൻ ഓഫാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാൽ ഞാൻ പിഴിഞ്ഞെടുത്തു. 1-ാം പാലാണ് ഇത്, നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. പിന്നെ 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 2-ാം പാലിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ വേവിച്ചിട്ട് 1-ാം പാൽ ഒഴിച്ചാൽ മതി. ഇതിൻ്റെ വിസിലൊക്കെ പോയി കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. കുമ്പളങ്ങി മമ്പയറൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഇതിൽ കണ്ടോ, വെള്ളം ഇറങ്ങി വന്നിട്ട് കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം നല്ല ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തേങ്ങാപ്പാലൊക്കെ പാർന്ന് മിക്സ് ആക്കാൻ ഒരു സുഖം നമുക്ക് ഇതുപോലത്തെ ഒരു ഉരുളിയിലാകുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ ഈ 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട്, 1-ാം പാലല്ല 2-ാം പാലാണ് ഒഴിച്ചത് കേട്ടോ. 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ കത്തിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഇതിൽ ഒന്ന് വറ്റി കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിൽ വറ്റിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1-ാം പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട കേട്ടോ. തിളപ്പിക്കാതെ ഒന്ന് ചൂടായതിന് ശേഷം ഓഫാക്കുക. അപ്പോൾ 1-ാം പാലൊക്കെ പറഞ്ഞ് നമ്മൾ തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും.
ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ പിന്നെ ചൂടാക്കൊന്നും വേണ്ട, അച്ചിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മളെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി എളുപ്പമൊക്കെയാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണുന്നതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. ഇനി ഇത് പിന്നെ കുറച്ച് 5-10 മിനിറ്റ് ഒന്ന് നല്ലൊന്ന് അടച്ച് വെക്കണം. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ മതി. ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും കൂടി ടേസ്റ്റ് ഒന്ന് കൂടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ നല്ല റെഡി ആയിട്ട് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. നമ്മളെ ഓല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചതല്ലേ, അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.